ക്രിക്കറ്റിനോട് തിരുവനന്തപുരത്തുകാരനായ കൃഷ്ണദേവന് അടങ്ങാത്ത പ്രണയമാണ്. പരിശീലിക്കാൻ പണമില്ലാത്തതിനാൽ ദേവൻ വീട് വിട്ടിറങ്ങി. ബംഗളൂരുവിൽ പോയി സ്വയം അധ്വാനിച്ച് തിരികെ എത്തി. 22 യാർഡ് എന്ന സ്വപ്നത്തിലേക്ക് ക്രിക്കറ്റ് ബാറ്റുമായി കൃഷ്ണദേവൻ ഇറങ്ങി. കൃഷ്ണദേവൻ ഇന്ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ സിക്സർ ദേവനാണ്. കണ്ടുവരാം. ക്രിക്കറ്റ് ചിലർക്ക് ഭ്രാന്താണ്. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അതൊരു വികാരമാണ്. ക്രിക്കറ്റ് തരുന്ന ലഹരി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയണം. അതിന് ക്രിക്കറ്റ് കളിക്കണം. ക്രിക്കറ്റ് കളിയെ ഇഷ്ടപ്പെടണം. അങ്ങനെ ക്രിക്കറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വീട് വിട്ടിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത്. കൃഷ്ണദേവൻ കൊല്ലം സെയിലേഴ്സിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനു വേണ്ടി 11 പന്തുകളിൽ നേടിയത് 49 റൺസ്. അവസാന ഓവറിലെ 5 പന്തുകൾ തുടർച്ചയായി സിക്സർ പറത്തി. മത്സരത്തെ നാടകീയമായി മാറ്റിമറിച്ച പ്രകടനം. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തവൻ അന്നു മുതൽ നോട്ടപ്പുള്ളിയായി. കൂട്ടത്തിൽ ഞാനും ഒന്ന് അന്വേഷിച്ചു. കൃഷ്ണദേവന് ഒരു കഴിഞ്ഞ കാലമുണ്ട്. ക്രിക്കറ്റിൻ്റെ ജീവനാണ്. കുഞ്ഞിലേ മുതലേ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് ബോൾ കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടീസിന് പോകാനായിട്ട് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ അതുകൊണ്ടാണ് ടെന്നീസ് ബോൾ എന്ന ആ സമയത്ത് കളിച്ച് നടന്നതും. ക്രിക്കറ്റ് നല്ല എക്സ്പെൻസീവാണ്. ഇപ്പോൾ കോച്ചിങ്ങിന് പോകാനാണെങ്കിലും മന്ത്ലി ഒരു 2500-3000 രൂപ ഫീസ് മാത്രമായിട്ടാകും. പിന്നെ അല്ലാതെ എൻ്റെ വീട് കുറച്ചുള്ളിലോട്ടാണ്, മംഗലപുരം. എല്ലാ ദിവസവും അങ്ങനെ വന്നു പോകാനായിട്ടുള്ളൊരു സാമ്പത്തികവും സാഹചര്യമൊന്നും അല്ലായിരുന്നു. ഇൻ്റർ കോളേജ് ഫൈനൽ ഇയറിനായിരുന്നു ആദ്യമായിട്ട് കളിക്കുന്നത്. തുമ്പ കോളേജിലുള്ള കൂട്ടുകാരും ആ സമയത്തുണ്ടായിരുന്ന സാറും അവരെല്ലാവരുമാണ് ആദ്യമായിട്ട് ഒരു സപ്പോർട്ട് തന്നത്. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഒരു ബാറ്റ് മേടിക്കാനായിട്ട്. അങ്ങനെ ഈ ഡെയിലി വേജ് ജോലിക്ക് പോയി കുറേ പൈസ ഉണ്ടാക്കി. അങ്ങനെ അതിൽ നിന്നാണ് ആദ്യമായിട്ടൊരു 10,000 രൂപ കൊടുത്തൊരു ബാറ്റ് മേടിച്ചത്. ഒരു മാച്ച് പോലും കളിക്കുന്നതിന് മുന്നേ തന്നെ അത് പൊട്ടിപ്പോയി. പണമുണ്ടാക്കാൻ പറ്റാവുന്ന പണിക്കൊക്കെ പോയി വാങ്ങിയ ബാറ്റ് പൊട്ടിയപ്പോൾ ദേവൻ മാനസികമായി തകർന്നു. എന്നിട്ടും ക്രിക്കറ്റ് എന്ന സ്വപ്നം വിട്ടില്ല. പിന്നീട് കൃഷ്ണദേവൻ രണ്ടും കൽപ്പിച്ചങ്ങിറങ്ങി. വീട്ടിലെയും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ബാംഗ്ലൂർ പോയി സൊമാറ്റോ ജോലിക്ക് പോയി കുറച്ച് പൈസ കിട്ടി. എവിടെ നിന്നോ ഒരു ദൈവത്തെ പോലെ ഒരു ചേട്ടൻ അവിടെ പ്രത്യക്ഷപ്പെട്ട്, സാഗർ എന്നാണ് പേര്. പുള്ളിക്കാരെ എനിക്ക് അവരുടെ ടീമിൽ വെച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഒരു മാച്ച് അവർക്ക് വേണ്ടി കളിക്കാൻ എന്നെ കൊണ്ടുപോയി. അന്ന് നല്ലപോലെ കളിക്കാൻ പറ്റി. അപ്പോൾ കളിക്കാൻ പറ്റിയ ആ സമയത്ത് കളി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരൻ എനിക്ക് അന്ന് ഒരു കിറ്റ് ഒരു 5 ബാറ്റ് തന്നപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എനിക്കെന്തോ സന്തോഷവും സങ്കടവും എല്ലാം പെട്ടെന്നങ്ങ് വന്ന. കിഡ്സ് ക്ലബ്ബ് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെയും ഫീസ് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അവരങ്ങനെ ഫീസ് മേടിച്ചിട്ടില്ല ക്ലബിലുള്ള ആരും. പ്രസിഡൻസ് കപ്പിലെ ഒരു മാച്ച് ജയിക്കാൻ ലാസ്റ്റ് ഓവറിൽ 20 റൺ വേണമായിരുന്നു. ആ ഒരു മാച്ച് ഞാൻ ഫസ്റ്റ് 4 ബോളിൽ 4 സിക്സ് അടിച്ച് ആ കളി ജയിപ്പിച്ച്. അപ്പോൾ അവിടെ നിന്ന് മാൻ ഓഫ് ദ മാച്ച് കിട്ടി. ആ ഒരു മാച്ചാണ് എല്ലാത്തിലും വഴിതിരിച്ച് വിട്ടത്. KCL ഉള്ളത് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. കാരണം KCL നമുക്ക് നല്ലൊരു വിശ്വാസം തരണം. കാരണം KCL പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടുത്താണ്. കൃഷ്ണദേവനെ പോലെ പ്രതിസന്ധികളെ അതിജീവിച്ചെത്തുന്ന എത്രയോ താരങ്ങൾ. ഇതാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭംഗി. അറിയപ്പെടാത്തവർക്ക് KCL വേദിയിൽ കഴിവ് തെളിയിക്കാം. കാണേണ്ടവർ അവരെ കാണും, എത്തേണ്ടിടത്ത് അവരെത്തും. സജികുമാറിനൊപ്പം T. ശ്രീകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കൃഷ്ണദേവൻ ഈ സ്വപ്നത്തിലേക്ക് എത്തിയത് ആ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ. TS ഹരികൃഷ്ണ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി പറഞ്ഞതുപോലെ കൃഷ്ണദേവനെ പോലെ എത്രയോ പേരുണ്ടല്ലേ. അതെ, ഓരോ താരങ്ങളും ഒക്കെ ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ച് തന്നെയാണ് കടന്നു വരുന്നത്. അതിലൊരു സംശയമില്ല. ഇപ്പം ദേവന്റെ കഥ പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കാരണം എനിക്ക് ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമായിരുന്നു, കളിക്കാൻ വലിയ ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാൻ. പക്ഷേ എന്നെ പുറത്തൊന്നും ക്രിക്കറ്റ് കളിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ വിടുമായിരുന്നില്ല.
അപ്പോൾ അവരുടെ വിചാരം എന്ന് പറയുന്നത് ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ ഞാൻ ചീത്തയായി പോകും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആശങ്ക. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്നെ വിടാത്തത്. ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഇരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ ചോദിച്ചു. എനിക്ക് ഇങ്ങനെ പുറത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന ചേട്ടന്മാരുണ്ട്, അവർക്കൊപ്പം അല്ലെങ്കിൽ നന്ദിയോട് പഞ്ചായത്ത് സ്റ്റേഡിയം ഉണ്ട്, അവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്നെ വിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങ് രാവിലെ ഇറങ്ങിപ്പോയി. ദൂരേക്ക് പോകാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങ് ദൂരോട്ടൊന്നും പോയില്ല. തൊട്ടടുത്തുള്ള ഒരു അമ്പലം, ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ, ഒരു അമ്പലത്തിൽ പോയി ഞാൻ അവിടെ അങ്ങിരുന്നു. രാവിലെ തൊട്ട് അങ്ങ് ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് ആഹാരമൊന്നും കഴിച്ചില്ല. വൈകിട്ടായി, വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തു. ഒരു 7-7:30 സമയമൊക്കെ ആയപ്പോൾ ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞിട്ട് നമുക്ക് പ്രസാദം കിട്ടും. അപ്പോൾ ആ പ്രസാദം വാങ്ങി ഞാൻ കഴിച്ചു. ആ പായസമൊക്കെ കഴിച്ചതിന് ശേഷം അതും കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. വീട്ടിലൊരു 8:30 ആയെന്ന് തോന്നുന്നു അന്ന് വീട്ടിൽ എത്തിയപ്പോൾ. വീട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അമ്മയൊക്കെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പം തന്നെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയിരുന്നടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഞാൻ എവിടെ പോയാൽ നിങ്ങൾക്കൊക്കെ എന്ത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്നാണ് ഞാൻ സംഭവമൊക്കെ അറിയുന്നത്. അതായത് എന്നെ അന്വേഷിച്ച് പലരും അവിടെയൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഒരു അന്വേഷണമൊക്കെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ അന്നത്തെ ആ സംഭവം കൊണ്ടുള്ളൊരു എനിക്കുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ സംഭവത്തിന് ശേഷം ഈ ലോകത്ത് എവിടെ ക്രിക്കറ്റ് കളി ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് കളിക്കാൻ പോകാൻ അനുവാദം കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ഈ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒരു ക്രിക്കറ്റ് താരമാകണമെന്ന എൻ്റെ മോഹം ഞാൻ തന്നെ ഉപേക്ഷിക്കാൻ കാരണമായി. കാരണം അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അത് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ തന്നെ ആ മോഹം ഉപേക്ഷിക്കുകയായിരുന്നു. ഞാനും നമ്മുടെ കൃഷ്ണദേവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ദേവൻ ക്രിക്കറ്റ് കളിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ശരി ഹരി, തീർച്ചയായും ഹരി, ഈ ഒരു കാര്യം ഹരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനും ഇത് മനസ്സിലോർത്തായിരുന്നു. TS ഹരികൃഷ്ണ നമ്മുടെ റിപ്പോർട്ടറിന് എത്രത്തോളമാണ് ക്രിക്കറ്റ് ഇഷ്ടം, എത്രത്തോളമാണ് ഏതൊരു വാർത്ത വരുമ്പോഴും ഹരി വേഗം വന്നത് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ശരി ഹരി, എന്തായാലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരുത്തരെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞ് ഹരി അവിടെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. കൃഷ്ണദേവനും അതുപോലെ തന്നെ ഇനി ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ അല്ലേ? KCL മാച്ചൊക്കെ കണ്ട് കാണേണ്ടവർ കൃഷ്ണദേവനെ കാണട്ടെ.